സംഭവബഹുലമായ ഒരു വീക്കാണ് കഴിഞ്ഞുപോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതാണ്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തുകളിലായിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തുകളിലായിക്കോട്ടെ മുൻതൂക്കം വന്നിരിക്കുന്നത് UDF-നാണ്. അപ്പോൾ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളെ ഭരിക്കുന്ന പാർട്ടിക്ക് ഏതൊക്കെ കാര്യങ്ങൾ മുന്നിട്ട് അവരെ ഭാഗത്തുനിന്ന് ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മുൻകരുതലായിട്ട് പാർട്ടി അത് ഏറ്റെടുക്കണം, സർക്കാർ അത് ഏറ്റെടുക്കണം. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിച്ച് ഇപ്പോഴേ തുടങ്ങണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സർക്കാർ ആക്ച്വലി ഇതൊരു ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സർക്കാർ മാറി മാറി വരണം, എന്നാലേ ജനങ്ങൾക്ക് ഒരു ഉന്നമനം ഉണ്ടാവുള്ളൂ. നമ്മൾ സർക്കാരിൻ്റെ ഉന്നമനം മാത്രം നോക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു ഭരണം ആക്ച്വലി ഇതൊരു നല്ല ഒരു സ്റ്റെപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ല, കേരളത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് വന്ന 2 തെരഞ്ഞെടുപ്പിൽ ആക്ച്വലി ആ ട്രെൻഡ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി ആ ഒരു ട്രെൻഡ് സെറ്റിംഗ് വരണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ആക്ച്വലി നമ്മള് ഒരാൾ തന്നെ മുന്നോട്ട് പോകുന്നത് നല്ലത്, പുതിയ ആൾക്കാർ വരട്ടെ, ഒന്ന് ഓപ്പോസിറ്റ് നിന്ന് ചിന്തിച്ചു നോക്കാമല്ലോ ആൾക്കാർക്ക്. പക്ഷെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ 2 സർക്കാരുകളായിക്കോട്ടെ, നമ്മുടെ കേരളം അത്രത്തോളം ബുദ്ധിമുട്ടിൽ പോകുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ, നിപ്പ പോലുള്ള വൈറസിന്റെ ഇഷ്യൂ, കൊറോണ വന്ന സമയം, അവര് ജനങ്ങളുടെ കൂടെ നിന്നൊരു പാർട്ടിയാണ്. നമ്മളെ മറ്റുള്ള ഏത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ നമ്മുടെ സർക്കാരുകൾ ജനങ്ങളെ കൂടെ നിന്നിട്ട് ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് നമ്മളെ ബാധിക്കാതെ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. നമ്മൾ എല്ലാതും നമ്മളും അനലൈസ് ചെയ്യുന്നവർ തന്നെയാണ്, നമുക്കറിയാം. പക്ഷെ അത്ര ഒരു നമ്മൾക്ക് ആക്ച്വലി അവരുടെ ഒരു പ്രോഗ്രസ് ഒരുപാട് പിന്നെ അതിന് ശേഷം അങ്ങോട്ട് കണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സംഭവം ഓക്കെയാണ്, അതെ വന്നിട്ടുണ്ട്. അതിൽ ആക്ച്വലി ജനങ്ങളാണ് കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു സർക്കാരിന്റെ മാത്രമായിട്ടുള്ള ഒരു ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ അതൊരു മുന്നേറ്റം തന്നെയാണ്. അതല്ലാതെ അങ്ങ് ഒരു ഒരു ക്രൈസിസിന് നന്നായി അവർ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോഗ്രസ് കണ്ടിട്ടില്ല. അപ്പൊ സർക്കാർ ആക്ച്വലി മാറി വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ഇനിയുള്ള അടുത്ത 6 months കഴിയുമ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. സോ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ മീൻസ് നിങ്ങൾക്ക് ആര് മുന്നോട്ട് വരണം എന്ന് തോന്നുന്നോ അവർക്ക് വോട്ട് ചെയ്ത്, ഏത് പാർട്ടി മുന്നോട്ട് വരണമെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അതിന് എന്തായാലും അതിനെപ്പറ്റി നോക്കുക. സോ പിന്നെ പറയുമ്പോൾ തന്നെ ഇതോടുകൂടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കറപ്ഷൻ ലെവലില് ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സർക്കാരായിരുന്നു UDF, അല്ലെ? ഇപ്രാവശ്യം പ്രത്യേകിച്ച് ലോക്കൽ ബോഡിയിലുള്ള കറപ്ഷൻ എല്ലാവർക്കും അറിയാം. പൊതുവെ നമ്മുടെ നാട്ടില്, ഇന്ത്യയിൽ പൊതുവെയുള്ള ബാക്കി സംസ്ഥാനം വെച്ച് നോക്കുമ്പോൾ കേരളം ബെറ്റർ ആണെന്ന് പറഞ്ഞാലും ലോക്കൽ ബോഡിയിൽ വരുന്ന കറപ്ഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇനി UDF സർക്കാർ വരുമ്പോൾ കറപ്ഷനിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് തന്നെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് വിചാരിക്കാം. ഇതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ന്യൂസ് ട്രെൻഡ് സെറ്റിംഗ് ആയിട്ട് പോയ ഒരു ന്യൂസാണ്, 2 ന്യൂസാണ്. ഈ ഒരു MLA-യുടെ കോൺഗ്രസിന്റെ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന ബലാത്സംഗ കേസ്, അതിനെ സംബന്ധിച്ച് വന്ന ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഉപാധികളോടെയാണ് ജാമ്യാപേക്ഷ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സ്വീകരണം എന്ന് മാത്രമല്ല, ചായ പിടിച്ചിട്ടുള്ള ഇത് കാരണം ഒരു നമ്മുടെ നാട്ടിലൊക്കെ നാട്ടുകാർ വെള്ളം കുടിക്കേണ്ടി വരും. മാത്രമല്ല അവരെ കൂടെയുള്ള ആൾക്കാരും വെള്ളം കുടിക്കേണ്ടി വരും. അതേസമയം തന്നെ പക്ഷെ ഇതൊന്നും ഇലക്ഷനെ ബാധിച്ചില്ല എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതേ സമയം തന്നെ ഇതേ കേസുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ട് കേസിൽ ഉൾപ്പെട്ട ആളാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. ആൾക്കും ഒരേ പേര്. മൂപ്പർ ഇപ്പോഴും ഉള്ളിലാണുള്ളത്. ആക്ച്വൽ നമ്മുടെ ബലാത്സംഗ കേസിൽ പ്രതീത പറഞ്ഞിട്ട് കേസ് കൊടുത്ത ആള് ഇപ്പോഴും പുറത്താണുള്ളത്. വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ള ആൾ ഇപ്പോഴും ഉള്ളിലാണുള്ളത്. രാഹുലിന്റെ പേരുള്ളവർക്കൊക്കെ രാഹുകാലാന്ന് തോന്നുന്നു. അതെ അതെ അതെ. പിന്നെയുള്ളത് നമ്മുടെ എന്താ പറയാ, നടിയെ ആക്രമിച്ച കേസിൽ നമ്മുടെ പ്രതിയായിട്ട് 9 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ദിലീപിനെതിരെ
ഫയൽ ചെയ്ത കേസിൽ ഇപ്പം വിധി വന്നിട്ടുണ്ട്. വിധി പ്രകാരം ദിലീപിനെ മറ്റുള്ള തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ 20 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുണ്ട്. സർക്കാർ അതിന് അപ്പീല് പോകുന്നുണ്ടെന്ന് അപ്പീല് പോകുന്നുണ്ട്. മാത്രല്ല അതിനെ തുടർന്നിട്ട് ഇപ്പം വിധി മുന്നേ തന്നെ ലീക്കായി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു കോൺട്രവേഴ്സി കത്ത് വന്നിട്ടുണ്ട്. അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ഇത് പ്രകാരം കൂടുതൽ ഉമക്കത്തുകൾ പോയിട്ടുണ്ട്. 33 ഉമക്കത്തുകൾ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെ എവിടെ പോയി നിൽക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവർക്ക് ആക്ച്വലി ഒന്നും ആയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാനോ ഒന്നിനുമല്ല. പക്ഷെ ആരെങ്കിലും ഒരു പ്രേരിപ്പിക്കാതെ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാവില്ല. സാധാരണക്കാർ അത്ര കാര്യമായിട്ട് അക്സെപ്റ്റ് ഉൾക്കൊണ്ടിട്ടില്ല ആരും. ഇല്ല. സാധാരണക്കാർ ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സാധാരണക്കാർ എന്നല്ല, ജനങ്ങൾ തന്നെ ഉൾക്കൊണ്ടിട്ടില്ല. എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്കും 100% നമുക്കും പ്രതീക്ഷിക്കാം. പിന്നെ ഇതേ സംഭവത്തിൽ തന്നെ ഇതേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്ന 2 ഗതാഗത പ്രശ്നങ്ങളാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന നമ്മുടെ ഇൻഡിഗോ കൂടുതൽ വിമാന സർവീസുകൾ ക്യാൻസലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആ ക്യാൻസലാക്കിയ വിമാന സർവീസുകൾ പഴയ രീതിയിൽ സർവീസ് നടത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ടിക്കറ്റ് ബുക്കിംഗും നടക്കുന്നില്ല. പഴയ രീതിയിൽ പഴയ പോലെ ടിക്കറ്റ് ബുക്കിംഗ്സും നടക്കുന്നില്ല. ടിക്കറ്റ് ബുക്കിംഗ്സ് ഇപ്പോൾ റീസെന്റ് എനിക്കാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ടിക്കറ്റിന്റെ ബുക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇൻഡിഗോ, ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ സിസ്റ്റം കാർഡ് ഇഷ്യൂ ആണെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നീട് മനസ്സിലായി നമ്മൾ കാർഡ് മാറ്റി ചെയ്യുമ്പോഴും സെയിം തന്നെ. വേറെ ഫ്ലൈറ്റ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. പക്ഷെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. പഴയ നിലയിലേക്ക് സർവീസ് എത്തിയിട്ടില്ല. ഇപ്പോഴും പഴയ പോലെ ഒരു സർവീസ് ലെവല് വന്ന് തുടങ്ങണം. പെട്ടെന്ന് തന്നെ അവര് കുറെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊക്കെ വരുന്ന ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യുന്നവരെ ശരിക്കും ബാധിക്കും. വലിയ തോതിലുള്ള ആൾക്കാരെയാണ് ബാധിക്കുന്നത്. ചെറിയൊരു ആൾക്കാരെയല്ല, വലിയ തോതിലുള്ള. അതേപോലെ തന്നെ നമ്മുടെ NH-66 തുടർന്നുണ്ടായ അതിന്റെ ഗതാഗത തടസ്സവും, അത് റോഡ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് അന്ന് തന്നെ ബ്ലോക്കുകളെല്ലാം നീക്കിയിട്ടുണ്ട്. യാത്രക്കാരെ വലിയ അപകടം ഇല്ലാണ്ട് അതെന്തായാലും ഒഴിവായി. പക്ഷെ എന്നാലും അത് ഒരു വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ആയിപ്പോയി. ഇതിലൊക്കെ ആക്ച്വലി കറപ്ഷന്റെ പങ്ക് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ശരിയായ രീതിയിൽ കറപ്ഷൻ ഉണ്ടാവുമല്ലോ. പങ്ക് ഇതിലൊക്കെ എന്താന്നുള്ളത്, ഒരു റോഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രത്യേകിച്ച് നാച്ചുറൽ ഹൈവേ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ആണ്. എപ്പോഴും സ്ഥിരമായിട്ട് മഴയുള്ളത് ഒരു ചലഞ്ച് ആണെങ്കിൽ പോലും ഈ ലെവലിലുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ അതൊരു പിളർന്നു പോകലെന്ന് പറയത്തില്ലേ, അമ്മാതിരി ഒരു. അപ്പൊ അത് അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ കാലാവസ്ഥനെ അറിയുന്ന സ്ഥിതിക്ക് അതും കൂടി മുൻകൂട്ടി കണ്ടിട്ട് വളരെ ഹാർഷ് കാലാവസ്ഥയിലുള്ള എത്രയോ രാജ്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് നടക്കുന്നു. ബഡ്ജറ്റൊക്കെ. അതെ. പിന്നെ ഇതിനിടയിൽ ആക്ച്വലി ഒരാൾ വന്നു പോയി, മെസ്സിയല്ലേ? കൊൽക്കത്തയിൽ വന്നു, ഈഡൻ ഗാർഡൻസിൽ വന്നു. ടിക്കറ്റ് എടുത്ത് പോയ കുറെ ആൾക്കാര് അവര് മെസ്സിനെ കാണാൻ പറ്റാണ്ട് പ്രകോപിതരായി. അവിടെ ആകെ പ്രശ്നമായി. മെസ്സിക്ക് ചുറ്റും സെലിബ്രിറ്റീസും പൊളിറ്റീഷ്യൻസും സെക്യൂരിറ്റി സിസ്റ്റം ആയിരുന്നു. പോയി അവിടെ എത്തിയ ജനങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവര് നിരാശരായി, പ്രകോപിതരായി. അതെ അതെ, അതൊരു വല്ലാത്ത അനുഭവമായി പോയി. നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം. തീർച്ചയായിട്ടും വല്ലാത്ത നാണക്കേടായി പോയി കേട്ടോ. അതെ അതെ, കോർഡിനേഷൻ ഇഷ്യൂസ്. യെസ്.